നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ എല്ലാ സ്രോതസ്സുകളും അടഞ്ഞുപോയി എന്ന് വരാം. പ്രതീക്ഷിച്ച ജോലി നഷ്ടപ്പെടുന്നു, സാമ്പത്തികമായ തകർച്ച നേരിടുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചവർ നമ്മെ കൈവിടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നാം ആദ്യം ചെയ്യുന്നത് പരിഭ്രമിക്കുക എന്നതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ തീർന്നുപോയി എന്ന അവസ്ഥ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ്. ബൈബിളിലെ ഏലിയ പ്രവാചകനെ നോക്കുക. ദേശത്ത് വലിയ ക്ഷാമം നേരിട്ടപ്പോൾ ഏലിയായെ സംരക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒരു കാക്കയെയാണ്. പ്രകൃതി നിയമം അനുസരിച്ച് കാക്കകൾ ഭക്ഷണം മോഷ്ടിക്കുന്നവരാണ്, നൽകുന്നവരല്ല. എന്നാൽ ദൈവം തന്റെ ജനത്തെ കരുതാൻ പ്രകൃതിയെ പോലും മാറ്റിമറിക്കും. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ കരുതുമ്പോൾ ദൈവം നിങ്ങൾക്കായി അപ്രതീക്ഷിതമായ വാതിലുകൾ തുറക്കും. നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങളുടെ ശമ്പളത്തിലോ ബാങ്ക് ബാലൻസിലോ അല്ല, മറിച്ച് കർത്താവിന്റെ കരുതലിന്മേലാണ്. സങ്കീർത്തകൻ 121 അധ്യായം 2 വാക്യത്തിൽ പറയുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിൽ വിവരിക്കുന്ന കാനായിലെ കല്യാണ വിരുന്ന് വലിയൊരു പാഠമാണ്. ആനന്ദത്തോടെ നടന്ന ആ വിരുന്നിൽ പെട്ടെന്ന് വീഞ്ഞു തീർന്നുപോയി. അതൊരു വലിയ സാമൂഹിക നാണക്കേടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ പെട്ടെന്ന് ദുഃഖം കടന്നു വരാം. അവിടെ മറിയം ചെയ്തത് നാം ശ്രദ്ധിക്കണം. അവൾ യേശുവിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇവിടെ മറിയം ഒരു പരിഹാരമല്ല പറഞ്ഞത്, മറിച്ചൊരു ആവശ്യം അറിയിക്കുകയാണ് ചെയ്തത്. മിക്കപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഉപദേശം നൽകാൻ ശ്രമിക്കും. ദൈവമേ, എനിക്ക് ഈ വഴിയിലൂടെ സഹായം എത്തിച്ചു തരണമെന്ന് നമ്മൾ പറയും. എന്നാൽ മാതാവ് അവിടെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേലക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പരിഹാരം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ല, അത് കർത്താവിൻ്റെതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അവൻ പറയുന്നത് കേൾക്കുക എന്നത് മാത്രമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് നമ്മൾ ദൈവത്തെ ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റായി കാണാൻ ശ്രമിക്കുന്നു. ChatGPT-യിലോ ഗൂഗിളിലോ നമ്മൾ ഒരു പ്രോംപ്റ്റ് നൽകി ഉത്തരം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് കൽപ്പിക്കുന്നു. നമ്മൾ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ആത്മീയ ഉണർവുണ്ടാകുന്നത് നമ്മൾ ദൈവത്തിന് നിർദ്ദേശം നൽകുന്നതിലല്ല, മറിച്ച് ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിലാണ്. പ്രാർത്ഥന എന്നത് ദൈവത്തെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കലല്ല, മറിച്ച് ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയലിലാണ്. ദൈവം നിങ്ങളുടെ ഉള്ളിൽ നൽകുന്ന ആ ചെറിയ ശബ്ദത്തെ അവഗണിക്കരുത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുവിനോട് ക്ഷമിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ തുക ദാനം ചെയ്യാനായിരിക്കാം. ആ ചെറിയ പ്രേരണകൾ അനുസരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. യേശു വേലക്കാരോട് പറഞ്ഞത് ഭരണികളിൽ വെള്ളം നിറയ്ക്കുക എന്നാണ്. അവർക്കത് വിഡ്ഢിത്തമായി തോന്നാമായിരുന്നു. വീഞ്ഞു തീർന്നു പോയ ഒരിടത്ത് പച്ചുവെള്ളം നിറയ്ക്കുന്നത് എന്തിനാണ്? പക്ഷേ അവർ ചോദ്യം ചോദിച്ചില്ല. അവർ അത് വക്കോളം നിറച്ചു. നമ്മൾ പകുതി മനസ്സോടെ അനുസരിക്കുമ്പോൾ പകുതി അത്ഭുതമേ ലഭിക്കൂ. അവർ പൂർണ്ണമായി അനുസരിച്ചു. ഫലമോ വെള്ളം വീഞ്ഞായി മാറി. അബ്രഹാമിനോട് തന്റെ രാജ്യം വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷേ അവൻ ഇറങ്ങി പുറപ്പെട്ടു. മോശയോട് ചെങ്കടലിന് നേരെ വടിനീട്ടാൻ പറഞ്ഞപ്പോൾ അവന്റെ യുക്തിക്ക് അത് വെറും മരക്കഷ്ണമായിരുന്നു. എന്നാൽ അവൻ അനുസരിച്ചപ്പോൾ കടൽ പിളർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അർത്ഥശൂന്യമായി തോന്നാം. പക്ഷേ അനുസരണ തുടങ്ങുന്നിടത്ത് യുക്തി അവസാനിക്കുകയും അത്ഭുതം ആരംഭിക്കുകയും ചെയ്യുന്നു. നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ യഹോവയിൽ വിശ്വാസമർപ്പിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് സദൃശവാക്യങ്ങൾ 3 അധ്യായം 5 വാക്യം പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഇന്ന് വേവലാതിപ്പെടുന്നുണ്ടാകാം. പക്ഷെ ഓർക്കുക,
ആ കല്യാണ വീട്ടിൽ അവസാനം നൽകിയ വീഞ്ഞാണ് ആദ്യത്തേതിനേക്കാൾ മികച്ചതായിരുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതെല്ലായ്പ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്. എന്നാൽ യേശു നൽകുന്ന സമാധാനം ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ദൈവത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് പകരം അവിടുത്തെ ഇഷ്ടങ്ങളിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. കർത്താവേ, നീ എന്തു പറയുന്നുവോ അത് ഞാൻ ചെയ്യുമെന്ന് ഹൃദയപൂർവം പറയുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അത്ഭുതങ്ങളാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. പരിഹാരം ദൂരെയല്ല, അത് നിങ്ങളുടെ അനുസരണത്തിലാണ്. അവിടുന്ന് പറയുന്നത് ചെയ്യുക. അവിടുത്തെ മഹിമ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുക. യഹോവയിൽ നിന്റെ വഴി ഏൽപ്പിക്ക, അവനിൽ വിശ്വാസം അർപ്പിക്കുക, അവൻ നിന്റെ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് സങ്കീർത്തനം 37:5 പറയുന്നു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രശ്നങ്ങളിലും, കഷ്ടപ്പാടുകളിലും കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും കർത്താവ് എന്താണ് നമ്മോട് പറയുന്നതെന്ന് കേൾക്കുവാൻ കാതു തുറക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹൃദയം തുറക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക. അവിടുന്ന് നിങ്ങൾക്ക് പുതിയ വഴി കാണിച്ചു തരും. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.